എളുപ്പത്തിൽ എത്ര കുടിച്ചാലും മതി വരാത്ത നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ കുടിക്കാം, തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കുടിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് സാബൂനരി ഒന്ന് കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് സാബൂനരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാബൂനരി ചവ്വരി എന്നെല്ലാം പറയും. ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് കുതിർത്തി വെക്കാം. 1 മണിക്കൂറിലും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇതുപോലെ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും. അതിനാണ് കുതിർത്തി വെക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് കുതിർത്തി വെച്ചിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഊറ്റിക്കളഞ്ഞിട്ട് ഒരു അരിപ്പയിലിട്ട് കൊടുക്കുക, വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഇതുപോലത്തെ വലിയ 2 ക്യാരറ്റാണ് വേണ്ടത്. ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 ക്യാരറ്റ് എടുത്തോ. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ ഓൾസുള്ള ഗ്രേറ്റർ എടുക്കണ്ട, അതുപോലെ ചെറിയ ഓൾസുള്ള ഗ്രേറ്റർ എടുക്കണ്ട. ഇതുപോലെ മീഡിയം ഓൾസുള്ള ഗ്രേറ്റർ എടുക്കുക. അധികം വലുതായാൽ കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കുമ്പോൾ എന്തോ പോലെയാണ്. അധികം ചെറുതായാൽ തീരെ കാണാനും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഇടയിലുള്ള ഓൾസുള്ള ഗ്രേറ്റർ എടുക്കുക. അപ്പോൾ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് അതിലിട്ടിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ ക്യാരറ്റിനെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിലെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വരണം. നമുക്ക് പച്ചയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ആണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വാടി വരും. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് മാത്രം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച്, ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് കണക്കായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും ബാക്കി കണ്ടൻസ് മിൽക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന്. നമ്മൾ ഏത് പായസം വെക്കുമ്പോൾ അങ്ങനെയല്ലേ, കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ആ ഒരു സാബൂനരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് ആ സാബൂനരി ഒന്ന് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റ് ഓൾറെഡി വെന്തതാണ്, ഒരുപാട് വേവാനൊന്നുമില്ല. ആ സാബൂനരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകുന്ന സമയം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇത് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പശുപാലിന് പകരം തേങ്ങാപ്പാലിലും ഇത് റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കി സാബൂനരിയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, ബദാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു പായസം റെഡിയാവാൻ. എല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കുറുകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. പിന്നെ അടുപ്പ് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റെല്ലാം വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ 10 മിനിറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടെ കുടിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കുടിക്കാം. ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ ഡ്രിങ്കായിട്ട് കുടിക്കാം. ഡ്രിങ്കായിട്ട് കുടിക്കാനാണ് റെഡിയാക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ട് റെഡിയാക്കിയാൽ മതി. അങ്ങനെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.